ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 85 സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ ഈ ഒരു വീക്കിൻ്റെ ലാസ്റ്റത്തെ ഹെയർ പാക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വീക്കിൻ്റെ മെയിൻ ഹെയർ പാക്കാണ് ഇന്നത്തെ ഡേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് എന്തായാലും മറക്കാണ്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു 5 മിനിറ്റോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഇങ്ങനെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തലക്കുനിച്ചിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു സ്കാൽപ്പിലേക്ക് നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാവുകയും നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടേക്ക് എത്തിയിട്ട് മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചലഞ്ച് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും ഈ ഒരു കാര്യം എന്തായാലും ഡെയിലി ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ബാക്കിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബാക്കിലേക്കും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വേണം നമ്മൾ എങ്ങനെ ഹെയർ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുൻപായിട്ട് ഞാൻ മുടിയുടെ ലെങ്ത്തിലേക്ക് നല്ലോണം ഓയിൽ അത്യാവശ്യം കുറച്ചൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കാരണം ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് എൻ്റെ മുടിനെ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കുറച്ചധികം ഒരു ഓയിലിങ് മുടിയുടെ ലെങ്ത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം നൈറ്റ് ഓയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെയർ ഓയിൽ സ്കാൽപ്പിലേക്ക് മുടിയുടെ ലെങ്ത്തിലേക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് തലേ ദിവസം നൈറ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിന് ഒരു ഇതുപോലത്തെ ഒരു ബൗളിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇരുമ്പ് പാത്രത്തിലൊക്കെ ഈ ഒരു ഹെയർ പാക്ക് തലേദിവസം നൈറ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും മുടി വളർച്ചയ്ക്ക് അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ എല്ലാ മാസവും 2 തവണ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മന്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മന്തിലെ ലാസ്റ്റത്തെ ഹെയർ പാക്കാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കൂ. ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാമായിരിക്കും എങ്ങനെയൊരു ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ മുടിയിൽ ഓരോരോ സെക്ഷൻസായിട്ടുള്ള ഓരോ ഏരിയയിലായിട്ട് നന്നായിട്ട് ഈ ഒരു ഹെയർ പാക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മൈലാഞ്ചി അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പൗഡറും ഹിബിസ്കസ് പൗഡറും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുടിക്ക് അത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഏറ്റവും സൂപ്പർ ഒരു ഹെയർ പാക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ എന്തായാലും നിങ്ങൾ മുടങ്ങാണ്ട് ഈ ഒരു ഹെയർ പാക്ക് ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈസി എന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മുടി ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് മുടി മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടി മേലേക്ക് എടുത്തിട്ട് നടുക്ക് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചുറ്റി വെച്ചിട്ട് മൊത്തത്തിൽ ചുറ്റി വയ്ക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം അല്ലെങ്കിൽ ഈസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താലും ആ ഒരു സ്കാൽപ്പിലേക്കും മുടിയിൽ ഫുള്ളായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ മുടിയുടെ ലെങ്ത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. മുടിയുടെ ലെങ്ത്തിലേക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ.
ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പൊടികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മാക്സിമം ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇവയൊക്കെ ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ അല്ലെങ്കിൽ തൊട്ട് അയൽപ്പക്കത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഇലകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതാണ്, പൂക്കളും ഒക്കെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിലൊന്നും അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാവൂ. ഈ പൗഡേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള, അതായത് ഒറിജിനൽ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള ഒറിജിനലായിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങുമ്പോഴും അല്ലാതെ ഞാൻ വാങ്ങുമ്പോഴും എനിക്ക് അതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മിക്ക പ്രോഡക്റ്റ്സും പൊട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒറിജിനൽ അല്ല, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ആഡപ്പായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഒറിജിനലായിട്ടുള്ള കുറച്ചെങ്കിലും ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ നിന്ന് വേണം വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഹെയർ പാക്കിൻ്റെ ഗുണങ്ങൾ കിട്ടുക. ഇനി ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ യാതൊരു വിഷയങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ അവ എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി മുടിയുടെ ഓരോരോ സെക്ഷൻസായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും മുടിയുടെ ലെങ്ത്തിലേക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട. മുടിയുടെ ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ വളരെ കുറച്ച് എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്കൊരു 30 മിനിറ്റ്സ് ടു 1 അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് 2 മണിക്കൂർ വരെ വെച്ചേക്കാം. അത് നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് എത്തിക്കാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ കഴുകി കളയാം കേട്ടോ. അതായത് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇല്ലാത്തവർ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ വരെ വേണമെങ്കിലും വെച്ചേക്കാം കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ശേഷം ഒരു കവറിങ് കൊടുക്കണം. എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഇതോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. അതിനുശേഷം ഞാനൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പം ഷാമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ ഈ ഒരു ദിവസം. അതിന് ശേഷം നിങ്ങൾക്ക് നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നൈറ്റ് ഹെയറിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം ഓയിൽ ചെയ്യാം കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത്തിലേക്കും സ്കാൽപ്പിലേക്കും ഒക്കെ ഓയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു മുടിയുടെ ലെങ്ത്തിലേക്കും സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മുടി മേലെ കെട്ടി വയ്ക്കുകയാണ്. അതിന് ശേഷം ഞാനൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ അരമണിക്കൂർ ആക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ 2 മണിക്കൂർ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.